അസ്സലാമു അലൈക്കും. ഞാൻ ആദിൽ. തൊട്ട് മുന്നേ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു, പിന്നെ സ്ത്രീ എന്ന് പറഞ്ഞാൽ മാതൃത്വമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇസ്ലാം കാണുന്നത്. അപ്പോൾ ഒരു സ്ത്രീക്ക് ഇപ്പം തോന്നുകയാണ് പിന്നെ മാതൃത്വത്തിൻ്റെ അപ്പുറം കല, അതുപോലെ തന്നെ ശാസ്ത്രം, കായികം, അതുപോലെ മേഖലയിൽ എന്തെങ്കിലും സംഭാവന ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ സ്ത്രീകൾ ആ ഒരു മേഖലയിലേക്ക് വരുന്നില്ല എന്നതിന് പിന്നെ ആ പറഞ്ഞ ഒരു കാരണം ഇസ്ലാമിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ ഒരു തടസ്സം അതിന് എന്തെങ്കിലും ഉണ്ടോ? സംശയം. കലാകായിക രംഗങ്ങളിൽ സ്ത്രീ വരുന്നതിന് ഇസ്ലാം തടസ്സമാണോ എന്നാണ് അല്ലേ? ഇസ്ലാം ഒരു തടസ്സമില്ല. കലയിലും കായികത്തിലും ശാസ്ത്രത്തിലും ഒന്നും പെണ്ണ് വരണതിന് ഇസ്ലാം ഒരു തടസ്സം പറഞ്ഞിട്ടില്ല. പക്ഷെ അടിസ്ഥാനപരമായി പെണ്ണിൻ്റെ അടിസ്ഥാന ദൗത്യം നിർവഹിക്കണം. കായികം എന്നത് ഒരു പ്രദർശന കലയായി മാറുന്ന കാലത്ത് പെണ്ണിനെ പ്രദർശന കലയാക്കാനാണ് കായികമെങ്കിൽ ഇസ്ലാം അതിനെതിരാണ്. കല എന്നത് ആണിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടായി തീരുന്ന കാലത്ത് അതിനാണ് കല എന്ന് പറയുന്നതിൽ ഇസ്ലാം അതിനെതിരാണ്. സംശയമൊന്നുമില്ല. പെണ്ണിൻ്റെ കല പുരുഷനെ ഉത്തേജിപ്പിക്കാനുള്ളത് തന്നെയാണ്. അത് സ്വന്തം പുരുഷനെ ആകണമെന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം പുരുഷനെ ഉത്തേജിപ്പിക്കാനുള്ളത് തന്നെയാണ് പെണ്ണിൻ്റെ കലാപരമായ കഴിവുകൾ. അതേസമയം പെണ്ണുങ്ങൾക്കിടയിൽ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനോ ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിനോ ഒന്നും ഇസ്ലാം എതിര് പറഞ്ഞിട്ടില്ല. അതേസമയം ഇന്നത്തെ കലാസങ്കല്പം എന്താണ്? ഇന്നത്തെ കലാസങ്കല്പം എന്താണ്? കല എന്ന് പറഞ്ഞാൽ തന്നെ ആണിനെ ത്രസിപ്പിക്കാനുള്ള ഏർപ്പാടെന്നാണ് അല്ലേ? ഡാൻസ് എന്ന് പറഞ്ഞിട്ട് കാളിക്ക് ഓരോ സ്റ്റെപ്പിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഫോക്ക് ഡാൻസ് ആണെങ്കിലും സിനിമാറ്റിക് ഡാൻസ് ആണെങ്കിലും എല്ലാം ആധുനിക പദപ്രയോഗങ്ങൾ. അതിലുള്ള സ്റ്റെപ്സ് വരെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഓരോ സ്റ്റെപ്പ് എത്ര വികൃതമായ ലൈംഗിക ചേഷ്ടകളുടെ ആവിഷ്കാരമാണ് ഓരോ സ്റ്റെപ്പുകളും. ഇതിനധികം നമ്മൾ ഭയങ്കര സാംസ്കാരിക കലാരൂപമായിട്ട് പറയുന്നതാണല്ലോ മോഹിനിയാട്ടമല്ലോ. എന്താ മോഹിനിയാട്ടം? മോഹിനിയാട്ടം യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ദേവദാസിമാർ ക്ഷേത്രത്തിൽ ആടിയിരുന്ന ആട്ടമാണ്. അതെന്തിനാണ് ആടിയിരുന്നത്? ക്ഷേത്രത്തിലെ പൂജാരിമാരായ ബ്രാഹ്മണന്മാർ ഇവരുടെ ശരീരത്തിൻ്റെ മാംസളത അളക്കുന്നതിന് വേണ്ടി ആടിയിരുന്ന ആട്ടത്തിനാണ് മോഹിനിയാട്ടം എന്ന് പറയും. അതാണ് കല. ആ കല പുരുഷനെ ത്രസിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണെങ്കിൽ ആ കല പുരുഷൻ്റെ മുന്നിലാകണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷെ അർഹമായ പുരുഷൻ്റെ മുന്നിൽ കുഴപ്പമൊന്നുമില്ല, യാതൊരു കുഴപ്പമില്ല. പക്ഷെ അനർഹരായ പുരുഷന്മാരുടെ മുന്നിൽ അവരെ ത്രസിപ്പിക്കാൻ കലയുടെ പേരിൽ ഇസ്ലാം അനുവദിക്കണില്ല. ഇതേപോലെ തന്നെ സ്പോർട്സ് ഇസ്ലാം പെണ്ണുങ്ങളെ സ്പോർട്സ് ഒന്നും യാതൊരു എതിരില്ലല്ലോ. എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയായിട്ട് ഓടിയില്ലേ? സ്പോർട്സ് അല്ലേ. പക്ഷേ സ്പോർട്സ് ഇന്ന് സ്പോർട്സാണോ? ടെന്നീസിലല്ലേ എന്തൊരു ആവേശമാണ് ഓരോരുത്തർക്ക്. പുതിയ കാലത്ത് അങ്ങോട്ട് വന്നതാണ് ആവേശം. എന്താണ് ആവേശം വരാൻ കാരണം എന്ന് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ തരത്തിൽ ഇസ്ലാം അനുവദിക്കുന്നില്ല. എന്നാൽ പെണ്ണിന് തീർച്ചയായും പെണ്ണിന് വളരാൻ പറ്റുന്ന രൂപത്തിലുള്ള കായികമായ എല്ലാം ഇസ്ലാം അനുവദിക്കുന്നു. ഇതേപോലെ തന്നെയാണ് ശാസ്ത്രരംഗത്തെ പെണ്ണുങ്ങൾ ഗവേഷണം ചെയ്യുന്നതിനോ പഠിക്കുന്നതിനോ ശാസ്ത്രരംഗത്ത് ഉയരുന്നതിനോ ഒന്നും ഇസ്ലാം എതിരല്ല. പക്ഷെ അടിസ്ഥാനപരമായ സ്ത്രൈണ സവിശേഷതയെ തൃണവൽഗണിച്ചുകൊണ്ടാകരുത് ഇതൊന്നും എന്ന് മാത്രമാണ് ഇസ്ലാം ആ രംഗത്ത് കൽപ്പിക്കുന്നത്.